നമസ്കാരം. കേൾക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈവ് ഇന്ന് വളരെ പെട്ടെന്നാണ് തുടങ്ങുന്നത്. ഒരു സീരീസായി തുടങ്ങണമെന്നുള്ള ആഗ്രഹമാണ്. എന്തായാലും വരും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇത് മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറാം. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച, നമ്മുടെ സന്ദീപ് വാര്യര് ഫെസ്റ്റിവലിൽ പോയി നടത്തിയ ഒരു പരാമർശമാണ് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയത്. അതേ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദേശാഭിമാനി വാരിക എന്ന് തുടങ്ങി എന്നതിനെപ്പറ്റി തർക്കമുണ്ടായപ്പോൾ സഖാക്കൾ ആദ്യം ചെയ്തത് അവര് വിക്കിപീഡിയ എഡിറ്റ് ചെയ്യുകയായിരുന്നു എന്ന ഒരു ആരോപണം പുറത്തു വരികയാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ദേശാഭിമാനി തുടങ്ങിയ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് ഇന്ത്യയിൽ തുടങ്ങി എന്നതിനെ സംബന്ധിച്ച് പോലും 2 പാർട്ടികൾ തമ്മിൽ യാതൊരു അഭിപ്രായ ഐക്യവുമില്ല. അതല്ല എങ്കിൽ ഇന്ത്യയിലെ സഖാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ വലിയ വ്യക്തതയില്ല. ആരാണ് തുടങ്ങിയത്, എന്ന് തുടങ്ങി, ഇവിടെ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനത്തെപ്പറ്റി, എന്നാണ് തങ്ങളുടെ മാതൃപ്രസ്ഥാനം ജനിച്ചത് എന്നതിനെ പറ്റി പോലും വലിയ ബോധ്യമില്ലാത്തവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഞാനത് പറയാൻ കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CPI 1964 പിളർന്നാണ് CPIM ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPI ആണല്ലോ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. എന്നാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങിയത്? CPIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.communistparty.in എന്ന വെബ്സൈറ്റ് അനുസരിച്ച് 1925 ഡിസംബർ 26 മുതൽ 28 വരെ കാൺപൂരിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് CPI അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അവരിൽ നിന്ന് പിളർന്ന് 64 CPI പിളർന്ന് ഉണ്ടായ CPIM പറയുന്നത് തങ്ങൾ 1920 ഉണ്ടായി എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളവരെ എന്താണ് നാട്ടുഭാഷയിൽ പറയേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് 64 CPI പിളർന്നാണ് CPM ഉണ്ടാകുന്നത്. ആ CPI ഉണ്ടായത് 25 അവർ പറയുന്നു. പക്ഷെ അവരിൽ നിന്നുണ്ടായ CPM പറയുന്നു ഞങ്ങൾ 20 ഉണ്ടായത് എന്ന്. അപ്പൊ ഇതിനെ സാധാരണഗതിയിൽ നാട്ടുഭാഷയിൽ നമ്മൾ ചില പ്രയോഗങ്ങളൊക്കെ നടത്തും. ഞാനത് എന്തായാലും ഇവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ എന്തായാലും ഇന്ത്യയില് 25 പ്രവർത്തനം തുടങ്ങിയത് എങ്കിലും ഇന്ത്യക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് 1920 എന്ന് ചില രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 1920 ഒക്ടോബർ 17 ഇന്നത്തെ റഷ്യയിൽ, അതായത് പഴയ സോവിയറ്റ് യൂണിയനിലെ ഭാഗമായിരുന്ന താഷ്കന്റിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ് CPIMന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം നാം മനസ്സിലാക്കുന്നത്. അതായത് അന്ന് ലെനിന്റെ കാലഘട്ടങ്ങളായിരുന്നു. വ്ളാഡിമിർ ലെനിൻ രൂപീകരിച്ച കോമിന്റേൺ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ, അവരുടെ 2ാം ലോക കോൺഗ്രസ് ആണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ജീവിച്ചിരുന്ന സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അവർ ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്നതിന് വേണ്ടി ചെറിയൊരു ബ്യൂറോ ഒക്കെ തുടങ്ങി. അതിന്റെ തീരുമാനം അനുസരിച്ചാണ് 1920 ഒക്ടോബർ 17 ഇവരുടെ ആദ്യ സെല്ലിന്റെ യോഗം താഷ്കണ്ടിൽ ചേരുന്നത്. ആരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രൂപം കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിന്നും 7 പേരാണ് ആദ്യ ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. അതുതന്നെ വലിയ ചരിത്രപരമായി നാം വിലയിരുത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തങ്ങളുടെ ജനയിതാക്കളെ പറ്റി പറയാത്തത്? ഇപ്പൊ സ്വാഭാവികമായും കോൺഗ്രസ് ആരാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ പ്രവർത്തനം തുടങ്ങിയത് AOQമിന്റെ നേതൃത്വത്തിലാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തനം. പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ പറ്റി വളരെ ദുരൂഹമായി, അല്ലെങ്കിൽ തങ്ങളുടെ ജനയിതാക്കളെ പറ്റി വലിയതായിട്ടൊന്നും പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായിട്ടില്ല. കാരണം നമുക്ക് അറിയുന്നത് പോലെ തന്നെ മാനവേന്ദ്രനാഥ റോയ് എന്ന് അറിയപ്പെടുന്ന, പിൽക്കാലത്ത് മാനവേന്ദ്രനാഥ റോയ് എന്ന് അറിയപ്പെട്ട നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്ന യഥാർത്ഥ പേരുള്ള MN റോയ് ആണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് താഷ്കന്റിൽ ബീജാവാപം ചെയ്തത്. അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായ എവലിൻ ടെൻ റോയ് ഉണ്ടായിരുന്നു. മറ്റൊരു ഇന്ത്യക്കാരനായ അബനി മുഖർജി ഉണ്ടായിരുന്നു. അബനി മുഖർജിയുടെ ഭാര്യയായ റോസ ഫിറ്റിംഗോഫ് എന്ന് പറയുന്ന വിദേശ വനിതയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാന്തയം പാർത്ഥസാരഥി തിരുമലൈ ആചാര്യ എന്ന് പറയുന്ന, മാന്തയം പാർത്ഥസാരഥി തിരുമലൈ ആചാര്യ എന്ന് അറിയപ്പെടുന്ന MPT ആചാര്യ ഉണ്ടായിരുന്നു.
അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖി, ഇങ്ങനെ 7 പേർ ചേർന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താഷ്കണ്ടിൽ ബീജാവാപം നടത്തുന്നത്. അപ്പൊ ഇതേപ്പറ്റി MN റോയ് തന്നെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും ഹിജറ ചെയ്തു പോയ, അന്ന് അങ്ങനെ ഒരു 1920 ഇന്ത്യയിൽ ഹിജ്റത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഹിജ്റത്ത് മൂവ്മെന്റ് ഇന്ന് കാണുന്ന നമ്മളുടെ സുഡാപ്പികൾ എന്ന് പറയുന്നവര് സ്വീകരിച്ചിട്ടുള്ള ലൈനിന്റെ ആദ്യ രൂപമായിരുന്നു. അത് ഇന്ത്യ തങ്ങളുടെ മാതൃരാജ്യമേ അല്ല. ഇന്ത്യ എന്നുള്ളത് ദാരുൽ അറബാണ്, അല്ലെങ്കിൽ ഇത് യുദ്ധങ്ങളുടെ നാടാണ്. ഇവിടെ നിന്ന് പലായനം ചെയ്ത് ദാരുൽ അമൻ ആയ തുർക്കിയിലേക്ക് എത്തുക എന്നതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദൗത്യം. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് തുർക്കിയിലേക്ക് എത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഒക്കെയായിരുന്നു ഹിജ്റത്ത് മൂവ്മെന്റ്. എന്തായാലും ഇന്ത്യ മാതൃരാജ്യമേ അല്ല, തങ്ങൾക്ക് ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല, ഇന്ത്യയെ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ച് ഇന്ത്യ വിട്ടുപോയ ചെറുപ്പക്കാരെ കൂട്ടിയാണ് താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ബ്യൂറോ തുടങ്ങിയത് എന്ന് MN റോയ് തന്നെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ, അദ്ദേഹത്തിന്റെ പിൽക്കാലത്തുണ്ടായിരുന്ന ചരിത്ര രേഖകളിലൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ ഒരു വിചിത്രമായ കാര്യമാണ്. ഭാരതം മാതൃഭൂമി അല്ല എന്ന് പറഞ്ഞ് ഭാരതം വിട്ട് ഓടിപ്പോയ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് എന്ന് പറയുമ്പോൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബീജം, അവരുടെ ജീൻ, അതിനകത്ത് രാഷ്ട്രവിരുദ്ധത അല്ലെങ്കിൽ ഭാരത വിരുദ്ധത ഉണ്ട് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് ആർക്കും സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇത് പറയുന്നത് നമ്മളാരും തന്നെ പറഞ്ഞതല്ല. അതായത് CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി പിൽക്കാലത്ത് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എഡിറ്റ് ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഡോക്യുമെന്റ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ആർക്ക് വേണേ പരിശോധിക്കാം. അതിന്റെ 1ാം വാള്യത്തിന്റെ പേജ് നമ്പർ 106 ജ്യോതി ബസു എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിന്റെ 106ാം പേജിൽ ഇങ്ങനെ എഴുതുന്നു: "They had left India with the purpose of fighting for the Khilafat. Most of them were not even nationalists. They were anti-British, but had no idea of what would happen when the British were driven out of India." എന്ന് പറഞ്ഞാൽ അവര് ദേശീയവാദികളായിരുന്നില്ല, അവർ ഖിലാഫത്തുകാരായിരുന്നു, അവർ പക്ഷെ ആന്റി ബ്രിട്ടീഷ് ആയിരുന്നു എന്ന് മാത്രമാണ് അവരിൽ കണ്ട ഒരു ക്വാളിറ്റി. അങ്ങനെ ഭാരതത്തെ ഉപേക്ഷിച്ചു പോയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിട്ടുപോയവരെ യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയിലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന മോസ്കോ കേന്ദ്രമാക്കിയുള്ള ഒരു പരിശീലന കേന്ദ്രം അന്ന് ലെനിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പരിശീലനം കിട്ടിയവർ, അല്ലെങ്കിൽ അന്നത്തെ പരിശീലന ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരെ MN റോയ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപക നേതാവ് വിശേഷിപ്പിച്ചത് "ദേ വെയർ ഫനാറ്റിക്" എന്നായിരുന്നു. അവർ മതഭ്രാന്തന്മാരായിരുന്നു എന്ന് MN റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. "I was very much surprised to find that a few of educated young men were more fanatical than the immigrant class. Curiously enough, one of them eventually became an equally fanatical communist. He is still living somewhere in Pakistan." അത് ഇങ്ങനെ തുടരുകയാണ്. ഇതേ പറഞ്ഞ പുസ്തകത്തിന്റെ 108ാമത്തെ പേജിലുള്ള കാര്യമാണ്. അപ്പൊ അതില് അവർ പറയുകയാണ്, അതായത് ഇന്ത്യയിൽ നിന്ന് പോയവർ, ഇന്ത്യ മാതൃരാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ഉപേക്ഷിച്ചു പോയ ചെറുപ്പക്കാർ അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നു. പക്ഷേ അവരവസാനം എത്തിച്ചേർന്നത് പാകിസ്ഥാനിലേക്കും മതഭ്രാന്തിലേക്കുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ഥാപകനായ MN റോയ് തന്നെയാണ്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ 2 പേര്, മുഹമ്മദ് ഷഫീഖും മുഹമ്മദ് സിദ്ദിഖി. ഇതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയായി അവർ തീരുമാനമെടുത്തത് മുഹമ്മദ് ഷഫീഖിനെ ആയിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ലിന്റെ സെക്രട്ടറിയാക്കിയ ആദ്യ കമ്മിറ്റി വരുന്നത് മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ചരിത്രം. അപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങിയ നിരവധി ചരിത്രങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഈ രൂപീകരിച്ചവരാരും തന്നെ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റായി തുടർന്നില്ല. MN റോയ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു, അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു, വീണ്ടും കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി വീണ്ടും അദ്ദേഹത്തിന്റെ സ്വന്തമായ റാഡിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നു. പക്ഷെ അവസാന കാലം വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധം പുലർത്തിയില്ല. അതേപോലെ തന്നെ 2ാമത്തെ ആളായ അബനി മുഖർജി MN റോയുമായി തെറ്റിപ്പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു. അദ്ദേഹം തിരിച്ച് വീണ്ടും സോവിയറ്റ് യൂണിയനിൽ എത്തുമ്പോൾ സ്റ്റാലിന്റെ ഗ്രേറ്റ് പർജ് എന്ന് പറയുന്ന ശുദ്ധീകരണ കാലഘട്ടത്തിൽ അദ്ദേഹം
ഗ്രേറ്റ് പർജ് എന്ന് പറയുന്ന വലിയൊരു കൂട്ടക്കുരുതി നടത്തിയിരുന്നു. ആ കൂട്ടക്കുരുതിയിൽ ഉൾപ്പെടുത്തി അബനി മുഖർജിയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. സ്റ്റാലിൻ തന്നെ വെടിവെച്ച് കൊന്നു. പിന്നെ മുഹമ്മദ് ഷഫീഖും മുഹമ്മദ് സിദ്ദിഖിയും പാകിസ്ഥാനിലാണ് എത്തപ്പെടുന്നത്. മാന്തയം തിരുമലൈ പാർത്ഥസാരഥി അരാജകവാദിയായിരുന്നു എന്ന് പിന്നീട് എം.എൻ. റോയ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ 7 പേരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധം പുലർത്തിയിട്ടില്ല എന്നതാണ് ചരിത്രം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളുടെ രൂപീകരണം എന്നാണ്, തങ്ങളുടെ ജനയിതാക്കൾ ആരാണ് എന്ന് ഉള്ള കാര്യം എന്ന അടിസ്ഥാന കാര്യത്തിൽ പോലും ആശയക്കുഴപ്പമില്ലാത്തവരും അവ്യക്തത ഉള്ളവരുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് എതിരെ പ്രവർത്തിച്ചവരെ കൊണ്ട്, രാജ്യദ്രോഹികളായ ചെറുപ്പക്കാരെ ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന് എം.എൻ. റോയ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെന്റ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പറഞ്ഞ പുസ്തകത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ കാൺപൂരിൽ 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനുണ്ടായ യോഗം, അതിനു മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അതായത് രൂപീകരിക്കുന്നതിന് മുൻപ് പിളർന്ന പാർട്ടിയാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേപറ്റി നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. നമസ്കാരം.